ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 3-ാം ഞായർ. എ വർഷത്തിലാണ്. നമുക്കറിയാം, ഞായറാഴ്ചകളെ എ വർഷമെന്നും ബി വർഷമെന്നും സി വർഷമെന്നും തിരിച്ചിട്ടുണ്ട്. എ വർഷത്തിൽ നമ്മൾ പ്രധാനമായും വായിച്ചു കേൾക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന്. ബി വർഷത്തിൽ പ്രധാനമായും വായിച്ചു കേൾക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന്. സി വർഷത്തിൽ നമ്മൾ പ്രധാനമായും വായിച്ചു കേൾക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന്. ക്രിസ്മസ് കാലത്തും ഈസ്റ്റർ കാലത്തും കൂടാതെ ഈ ബി വർഷത്തിൽ ഈ മർക്കോസിൻ്റെ സുവിശേഷം മത്തായി ലൂക്ക സുവിശേഷങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ചെറുതായതിനാൽ മത്തായിയുടെ സുവിശേഷത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായം കൂടെ ചേർത്ത്, ഇപ്പോൾ നമ്മൾ ബി വർഷത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായം, അതായത് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ അധ്യായമാണത്, അത് നമ്മൾ വായിച്ച് കേൾക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ എ വർഷത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ വായിച്ച് കേൾക്കാൻ തുടങ്ങുന്നത്. ഈ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം ദൈവരാജ്യം എന്നതാണ്. ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവരാജ്യത്തിലേക്ക് ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ടാണ്. മത്തായി യഹൂദ ക്രൈസ്തവർക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും എഴുതിയത്. അവരോട് പറയുകയാണ്, ഈശോ നിങ്ങൾക്ക് പുതിയ നിയമം നൽകിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തെ പുതിയ നിയമമായിട്ട് അവതരിപ്പിക്കുക. പഴയ നിയമം എന്ന് പറയുമ്പോഴേക്കും തോറ, പഞ്ചഗ്രന്ഥിയ, 5 പുസ്തകങ്ങൾ, എഴുതപ്പെട്ട 5 പുസ്തകങ്ങൾ. അതിനു പകരമായി മത്തായി അവതരിപ്പിക്കുന്നതോ ഈശോയുടെ പ്രബോധനങ്ങളെല്ലാം 5 പ്രബോധനങ്ങളായിട്ട്, പ്രസംഗങ്ങളായിട്ട് അവതരിപ്പിക്കുക. അതിൻ്റെ എല്ലാം വിഷയം ദൈവരാജ്യം എന്നതാണ്. ഒന്നാമത്തേത് മലയിലെ പ്രസംഗം 5, 6, 7 അധ്യായങ്ങളിൽ, അത് ദൈവരാജ്യത്തിൻ്റെ നിയമാവലിയാണ്. രണ്ടാമത്തേത് 10-ാമത്തെ അധ്യായത്തിലാണ്, അത് അപ്പോസ്തല പ്രഭാഷണം എന്ന് പറയും. ദൈവരാജ്യത്തിലെ പ്രവർത്തകർ, ദൈവരാജ്യത്തിലെ ശുശ്രൂഷകർ, അവരെക്കുറിച്ച് പറയുന്ന പ്രസംഗം, അത് അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. എന്നിട്ട് 3-ാമത്തെ പ്രഭാഷണം ഉപമ പ്രഭാഷണം 13-ാമത്തെ അധ്യായമാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം വെളിവാക്കുന്ന ഉപമകളാണ് പ്രിയപ്പെട്ടവരെ അവിടെയുള്ളത്. എന്നിട്ട് 4-ാമത്തെ പ്രഭാഷണം 18-ാമത്തെ അധ്യായത്തിലാണ്. അതിനെ ശിഷ്യത്വ പ്രഭാഷണം എന്ന് പറയുക. ദൈവരാജ്യത്തിലെ ജീവിത രീതി വെളിവാക്കും അവിടെ. എന്നിട്ട് 5-ാമത്തെ പ്രഭാഷണം 23, 24, 25 അധ്യായങ്ങളിലാണ്. അത് യുഗാന്ത്യ പ്രഭാഷണം എന്ന് പറയുക. ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തെ വെളിവാക്കുക. അന്ത്യവിധിയിൽ ആൾക്കാരെ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കുന്ന അനുഭവമാണ് അവിടെ നമ്മൾ പ്രത്യേകം കാണുക. അപ്പോൾ ഈ രീതിയിൽ പ്രിയപ്പെട്ടവരെ, ആ ദൈവരാജ്യ അനുഭവം വെളിവാക്കുക ഈ മത്തായിയുടെ സുവിശേഷം. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലൂടെ മുന്നേറുമ്പോൾ ഈശോയെ ദൈവരാജ്യത്തിൻ്റെ രാജാവായി കാണുക. അവിടുന്ന് എന്തു ചെയ്യുന്നു? ദൈവരാജ്യം പ്രഘോഷിക്കുന്നു, ദൈവരാജ്യത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നു, ദൈവരാജ്യത്തിലേക്ക് നമ്മളെ സ്വീകരിക്കുന്നു, ദൈവരാജ്യത്തിൻ്റെ പ്രബോധനങ്ങൾ തരുന്നു, ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ദൈവരാജ്യത്തിലെ ജീവിത രീതി നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ട് അവസാനം കർത്താവ് ഈ ശിഷ്യന്മാരെ അയക്കുക. താൻ എന്തെല്ലാം ചെയ്തോ അത് ചെയ്യാൻ, യുഗാന്ത്യം വരെ ചെയ്യാൻ, ലോക അതിർത്തിയോളം വ്യാപിപ്പിക്കാൻ, ദൈവരാജ്യം പ്രഘോഷിക്കണം, രോഗികളെ സുഖപ്പെടുത്തണം, പിശാചുക്കളെ ബഹിഷ്കരിക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം. അങ്ങനെ കർത്താവ് എന്തെല്ലാം ചെയ്തോ അത് ശിഷ്യന്മാരിലൂടെ ചെയ്യുക. അതിനുവേണ്ടിയാണ് കർത്താവ് അവരെ വിളിച്ച് പരിശീലിപ്പിച്ച് പഠിപ്പിച്ച് അവരെ അയച്ചത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാം ഒരു തുടക്കമാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ ആദ്യത്തെ പ്രഭാഷണവും അതേപോലെ കർത്താവ് ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവമാണ് അവിടെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ കർത്താവിൻ്റെ ആഹ്വാനം ഇതാണ്: ഇതാ സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ അനുദപിച്ച് പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ.
പ്രിയപ്പെട്ടവരെ, ശിഷ്യത്വത്തിൻ്റെ വിവിധ മാനങ്ങൾ ഇത് വെളിപ്പെടുത്തുക. നമുക്ക് ഇന്നത്തെ വായനകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ വായനയിൽ പറയാണ്, അന്ധകാരത്തിലിരുന്ന ഒരു ജനം പ്രകാശം കണ്ടു, അവിടെ മേൽ പ്രകാശം ഉദയം ചെയ്തു എന്ന് പറയാണ്. ഒന്നാമത്തെ വായനയിലുള്ളത് പ്രവചനമായിരുന്നുവെങ്കിൽ അതിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ദേശത്തേക്ക്, ജനങ്ങളുടെ ഇടയിലേക്ക് പ്രകാശമായി കർത്താവ് കടന്നു വരിക. യോഹന്നാൻ 8:12 പറയും, അല്ലെ 9:5 പറയും, ലോകത്തിൻ്റെ പ്രകാശമായി ഞാനിതാ കടന്നു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങൾ പഠിച്ച് മുന്നേറുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ? കർത്താവിൻ്റെ പ്രകാശത്തെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുക. നമ്മളെ എല്ലാ അന്ധകാരത്തെയും വിട്ടുകളയുക. അതാണ് ഒരു വിധത്തിൽ അടുത്ത ഘട്ടമായിട്ട് വരുന്നത് മാനസാന്തരം. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഇന്നലകളെ വിട്ട് നാളെയിലേക്ക് നമ്മൾ മുന്നേറണം. കൊരിന്ത്യക്കാർക്കുള്ള 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയും, ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടികളാകാൻ വേണ്ടി നമ്മുടെ പഴയതിനെ നമ്മൾ വിട്ടുകളയണം. അതിനെയാണ് ഒരു വിധത്തിൽ മെറ്റനോയിയ, മാനസാന്തരം എന്ന് പറയുന്നത്. ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. അതാണ് ഈശോ ആവശ്യപ്പെടുന്നത്. കർത്താവ് തൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവം തുടർന്ന് നമ്മൾ കാണുമ്പോഴും അവിടെ അവരെന്താ ചെയ്യുന്നത്? അവർ വിട്ടുകളയുക, എന്നിട്ട് കർത്താവിനെ അനുഗമിക്കുക. അവരുടെ ജോലിയെ വിട്ടുകളയുന്നു, അവരുടെ ബന്ധുക്കളെ വിട്ടുകളയുന്നു, എന്നിട്ട് കർത്താവിനെ അനുഗമിക്കുന്നു. ദൈവരാജ്യത്തിലേക്ക് അവർ മുന്നേറുന്നു. കർത്താവിൻ്റെ കൂടെയായിരിക്കുക, ദൈവത്തിൻ്റെ വിളി കേൾക്കുക. അപ്പോൾ ഒന്നാമത്തേത് ആ പ്രകാശത്തിലേക്കൊന്ന് കടന്നു വരിക. രണ്ടാമത്തേതോ നമ്മൾ ആ കർത്താവിൻ്റെ ആഹ്വാനം അനുസരിച്ച് മാനസാന്തരപ്പെടുക. മൂന്നാമത്തേതോ കർത്താവിൻ്റെ വിളി കേൾക്കുക, കർത്താവിൻ്റെ പ്രത്യേക പ്രവർത്തകരാകാനുള്ള നമ്മുടെ വിളി കേൾക്കുക. നാലാമത്തേതോ പ്രിയപ്പെട്ടവരെ, ശിഷ്യത്വത്തിൻ്റെ ആ വളർച്ചയിൽ നാലാമത്തേത് നമ്മൾ കൂട്ടായ്മയായി മാറുക എന്നുള്ളതാണ്. ഇന്നത്തെ 2-ാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. കൊരിന്ത്യക്കാർക്കുള്ള ലേഖനത്തിൽ പറയുന്നത്. അദ്ദേഹത്തിന് ആ സഭയിൽ നിന്ന് ഒരു എഴുത്ത് കിട്ടി. എഴുത്തിൽ പറയുന്നതെന്നുണ്ടല്ലോ, ആൾക്കാർ പല തട്ടിലാണ്, പല ഗ്രൂപ്പുകളാണ്. അപ്പോളോയുടെ ഗ്രൂപ്പ്, പൗലോസിൻ്റെ ഗ്രൂപ്പ്, ചിലർ കർത്താവിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കർത്താവ് വിഭജിക്കപ്പെട്ടു വന്നോ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. സഭ അടിസ്ഥാനപരമായി കൂട്ടായ്മയാണ്. നമ്മുടെ ദൈവം തന്നെ കൂട്ടായ്മയില്ല. അതല്ലേ പരിശുദ്ധ ത്രിത്വം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ദൈവവ്യക്തികൾ സ്നേഹത്തിൻ്റെ തികവിൽ ഒരേ കൂട്ടായ്മയായിരിക്കുന്നു, ഒരേ ദൈവമായിരിക്കുന്ന അനുഭവം. അതാണ് ദൈവം, അതാണ് പരിശുദ്ധ ത്രിത്വം. സഭയിൽ നമ്മളെ ദൈവം എല്ലാം ഒരുമിച്ച് കൂട്ടുക. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ പോലെ, ക്രിസ്തുവാകുന്ന കെട്ടിടത്തിലെ സജീവ ശിലകൾ പോലെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുക. ഒരു ക്രിസ്തു ശിഷ്യൻ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടേണ്ടവരാണ്, അല്ലാതെ ആൾക്കാരെ ഭിന്നിപ്പിക്കേണ്ടവരല്ല. എൻ്റെ ആൾക്കാർ, അവരുടെ ആൾക്കാർ, ആ രീതിയിൽ അല്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകണം. അതാണ് ഇന്നത്തെ 2-ാമത്തെ വായന പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ടോ നമ്മുടെ ജീവിതം എങ്ങനെയാകണം? ഈശോ എങ്ങനെയായിരുന്നു അതേപോലെ ലോകത്തിൽ പ്രകാശം പരത്തിക്കൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമായി നാം ജീവിക്കണം. ഈശോയെപ്പോലെ സ്വർഗരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്ത് നമ്മൾ സ്വർഗരാജ്യത്തെ അനുഭൂതിമാക്കണം. സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം പകർന്നു കൊടുക്കണം. ഈശോയുടെ വാക്കുകൾ നമ്മുടെ വാക്കുകളാക്കി ദൈവരാജ്യത്തെ പ്രഘോഷിക്കുന്നവരായി നമ്മൾ മാറണം. ഇന്നത്തെ സങ്കീർത്തനം 27-ാം സങ്കീർത്തനമാണ്. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തീവ്രമായ ആഗ്രഹം വെളിപ്പെടുത്തപ്പെടുക. എനിക്ക് കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കണം, അവിടുത്തെ സ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിക്കണം. ജീവിക്കുന്നവരുടെ നാട്ടിൽ എനിക്ക് ജീവിക്കണം, ജീവിക്കുന്നവരുടെ നാട്ടിൽ. ഇപ്പം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വലിയ തീവ്രമായ ആശ,
ആ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം, ദൈവത്തിൻ്റെ പ്രവർത്തകരായിട്ടുള്ള പരിശീലനം, ദൈവരാജ്യ അനുഭവത്തിലായി ദൈവരാജ്യം പകരുന്നവരായി പ്രഘോഷിക്കുന്നവരായുള്ള ജീവിതം, ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയുടെ ശിഷ്യരായി വളരാം. ഈശോയുടെ ആഹ്വാനം നമുക്ക് സ്വീകരിക്കാം. ആഹ്വാനം സ്വീകരിച്ച് ഇന്നലെ വിട്ട് നാളെയിലേക്ക് നമുക്ക് മുന്നേറാം. സ്വർഗത്തെ ലക്ഷ്യമാക്കി നമുക്ക് മുന്നേറാം. സ്വർഗത്തിൻ്റെ പ്രവർത്തകരായി, പ്രഘോഷകരായി, പൗരന്മാരായി ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. അവിടെയാണ് ക്രിസ്തു ശിഷ്യത്വത്തിൽ നമ്മൾ വളരുക. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവരാജ്യത്തിൻ്റെ പ്രജകളായി ജീവിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരും പ്രവർത്തകരുമായി ശുശ്രൂഷിക്കുവാനും ദൈവരാജ്യത്തിലേക്ക് മുന്നേറുവാനും ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.